പന്തുരുളുന്ന വിസിൽ കൂടി വന്നു കഴിയുമ്പോ മുംബൈ ഫുട്ബോൾ അറീനയിൽ മുംബൈയുടെ ടച്ചോട് കൂടി തന്നെ ഈ പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. ആദ്യം തന്നെ ഒരു ലോങ് ബോൾ ഫോമില്ലായ്മ പോലെ ആയിക്കോട്ടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു ലോങ് ത്രോ ബോക്സിലേക്ക് നേട്ടവുമായി മുംബൈ സിറ്റി എഫ്-സി. മുംബൈ ഫുട്ബോൾ അറീനയിൽ ആദ്യ 3 മിനിറ്റ് പിന്നിടുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ ഒരു ലീഡിലേക്ക് എത്തിക്കുന്നു. ഐ തിങ്ക് പെരേര ഡിയാസ് ഒരു കഴുകനെ പോലെ പതുങ്ങിയിരുന്ന് ആ ഹെഡറിൽ ഗോൾ വല കുലുക്കാൻ സാധിക്കുന്നു. പെരേര ഡിയാസ് ഈ സീസണിലെ ഫാസ്റ്റസ്റ്റ് ഗോൾ 3-ാം മിനിറ്റിൽ നേടിക്കൊണ്ട് ഹോർഹെ പെരേര ഡിയാസ് ആ ലോങ് ത്രോ കുത്തിപ്പൊങ്ങാൻ അനുവദിച്ച സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി ഡിഫൻസിന് പിഴച്ചു എന്ന് തന്നെ പറയാം. കൃത്യമായി ഫാർ പോസ്റ്റിൽ ഓടിയെത്തുന്ന ഹോർഹെ പെരേര ഡിയാസിന് ഒരു ഫ്രീ ഹെഡ്. സ്പോർട്ടിംഗ് ക്ലബ് അതെല്ലാം പിടിച്ചെടുത്ത് വീണ്ടും ഡിയാസ്. അത് പക്ഷേ ഒരു ഷോർട്ട് ട്രയൽ വലിയ വ്യത്യാസത്തിൽ മാത്രമായി അകന്നു. സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്ക് ഒരു ബൗൺസ് ബാക്കിനുള്ള ഒരു അവസരമാണ്. ഏതായാലും നൗഫൽ എന്ന മലയാളി താരത്തിന്റെ ക്രോസ് ശ്രമം, നൗഫലിന്റെ ശ്രമങ്ങളെല്ലാം ഈറ്റീവായി ശ്രമിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ നൗഫലിലൂടെ വീണ്ടും ഇത് ഒരു മലയാളി മയമുള്ള ഗോൾ എന്ന് പറയേണ്ടി വരും. ഒരു ഭാഗത്ത് ഒരു മലയാളി ക്രിക്കറ്റിൽ അത്ഭുതം തീർത്തുകൊണ്ടിരിക്കുന്നു, മറുപത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ വേദിയിൽ എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. This time, നൗഫൽ for Mumbai City. നൗഫലിന്റെ നല്ല അത്യുഗ്രൻ ഫിനിഷ് എന്ന് തന്നെ പറയാം. അദ്ദേഹം നല്ല ഫ്രീ ആയിട്ടാണ് ഫാർ പോസ്റ്റിൽ നിന്നിരുന്നത്. കിട്ടിയപ്പോൾ നല്ല മനോഹരമായി കർവ് ചെയ്ത് ഗോൾ കീപ്പറിന് ഒരു അവസരം പോലും നൽകാതെ ഗോൾ കീപ്പറിന് മനസ്സിലായി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ഷോട്ട് കംസ് ഇൻ. ഇവിടെ ഗോകുവിന്റെ ക്രോസ് അത് ഡിഫൻസീവ് ഹെഡറിലൂടെ അകറ്റുമ്പോൾ വീണ്ടും ഗോകുവിലൂടെ റൈറ്റ് ഫ്ലാങ്കിലേക്ക് മുന്നേറാൻ ശ്രമിക്കുമ്പോൾ അവിടെ നൗഫലും കൂടെ വന്ന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ശ്രമിക്കുമ്പോൾ കൃത്യമായി വന്ന് പ്രതിരോധിക്കുന്ന കൈ ഉപയോഗിച്ചിട്ടുണ്ട്, പുഷുണ്ട്. ഓക്കെ, അത് വേണമെങ്കിൽ ഒരു യെല്ലോ കാർഡിലേക്ക്. അസറിന്റെ ഭാഗത്തു നിന്നുമാണ് ഫ്രീ കിക്ക് ശ്രമം. ബോളാണ്. അപകടങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അതിനെ പഞ്ച് ചെയ്ത് മാറ്റുമ്പോ ഒരു ത്രോയിലേക്ക് റീസെന്റ് നടന്ന മത്സരം തന്നെയാണ്. 4-1 വിൻ എന്ന രീതിയിൽ മുംബൈക്ക് വലിയ ആധിപത്യത്തിലുള്ള ഒരു വിജയത്തിന്റെ കണക്കുകൾ നമുക്ക്. എന്തായാലും മുംബൈയുടെ നന്നായി ക്രോസ് ചെയ്യാൻ കഴിവുള്ള താരം ബോൾ കൊടുക്കുന്നു. ആൻഡ് അവിടെ ഹെഡർ ക്ലിയറൻസിൽ അതൊരു ബാക്ക് വെയിറ്റിംഗ് ഒരു ഓവർലാപ്പ് റണ്ണിന് ജോസഫ് എത്തുന്നു. ജോസഫ് അവിടെ എത്തുമ്പോൾ തന്നെ ആകാശ് മിശ്രയുടെ ഇടപെടൽ ഒരു ഫൗളിലേക്ക് വരുമ്പോൾ വിശ്വസിക്കാനാകാതെ തലയിൽ കൈവച്ച് ചോദിക്കുകയാണ്. ഡൽഹിയുടെ പ്രതീക്ഷകൾ ഒരുപക്ഷെ ആക്രമണത്തിൽ ജോസഫ് സണ്ണിയാണ്. അദ്ദേഹം കൃത്യമായി ബോൾ ഷീൽഡ് ചെയ്യുന്നു. സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ സംബന്ധിച്ച് അസറിന്റെ ക്രോസ് ഇൻകമിംഗ് ആൻഡ് കട്ട് ബാക്ക് ഷോട്ട്സ്. അവിടെയാണ് ഒരു തിരിച്ചുവരവ്. അത് മനോജ് മുഹമ്മദിലൂടെ ആകുമ്പോ ഞാൻ സൂചിപ്പിക്കുന്നതിന്റെ സൂചന കൂടിയാണ്. നമുക്ക് കാണാം ആ ഗോൾ ഒരിക്കൽ കൂടി. ആ ഫ്രീ കിക്ക് വന്ന് പഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ഫുർബാൽ അച്ചൻപെക്ക് ഉദ്ദേശിക്കുന്ന കോണ്ടാക്ട് കിട്ടുന്നില്ല. നല്ല സംയോജിതമായി സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന റിബേറോയെ കാണാം. റിബേറോയുടെ സെറ്റപ്പ് നല്ല ഫസ്റ്റ് ടൈം ഫിനിഷിലൂടെ മനോജ് മുഹമ്മദിന്റെ ആ ഇടങ്കാലനടി എല്ലാ നീട്ടിക്കൊണ്ടു പോവുക. കാരണം ആ ഒരു റിസ്ക് മനസ്സിലാക്കി ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 2-1 ലീഡുമായി മുംബൈ സിറ്റി എഫ്-സി. മലയാളി താരം നൗഫലിന്റെ മികവ് കണ്ട അതോടൊപ്പം പെരേര ഡിയാസിന്റെ മറ്റൊരു ഗോൾ. പക്ഷെ മനോജ് മുഹമ്മദിലൂടെ തിരിച്ചടിച്ച് പ്രതീക്ഷ വെക്കുന്നു സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി. ഹാഫ് ടൈം സ്കോർ ഹിയർ ഇൻ മുംബൈ സിറ്റി എഫ്-സിയിലേക്ക് മുംബൈ ചെന്നെത്തുന്നു. സോ രണ്ടാം പകുതിക്ക് തുടക്കമാകുമ്പോ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ഈ ആവേശകരമായ മത്സരത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. മലയാള തലസ്ഥാനത്തിനോടൊപ്പം ജോസഫ് ജോർജ് ഇവിടെ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയുടെ ഒരു അറ്റാക്കോട് കൂടി തുടങ്ങുന്നു. ഗംഭീരമായ ഒരു ചാൻസ് തന്നെയാണ്. ക്രോസിംഗ് കമ്മിങ് നല്ല രീതിയിൽ അത് മനോജ് മുഹമ്മദ് തരണം ചെയ്യുന്നു. നല്ലൊരു ഹെഡർ ക്ലിയറൻസ്. മനോജ് മുഹമ്മദ് ഒരു 2 മാറ്റങ്ങളാണ് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി നടത്തുന്നത്. അസറിന് പകരം ഫാനെ വരുന്നു, അതുപോലെ ദേവേന്ദ്ര വരികയാണ്. അസറും എന്താണ് മറ്റൊരു മാറ്റത്തിലേക്ക് മുംബൈ സിറ്റി എഫ്-സി കടക്കുകയാണ്. നൗഫൽ പിഎന്നിന്റെ പകരം വരുന്നു പുയ്യ. നൗഫൽ എന്ന ഗോൾ സ്കോററെ പിൻവലിക്കുന്നു മുംബൈ സിറ്റി എഫ്-സി. കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് മനോജ് മുഹമ്മദ് പോകണം എന്നുള്ളതാണ് എന്റെ ഒരു ആവശ്യം. കാരണം മനോജ് മുന്നിലേക്ക് പോയെങ്കിൽ മനോജ് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
തീർച്ചയായും സ്ട്രൈക്കറായി ദേവേന്ദ്രയും അഗസ്റ്റിനും വിങ്ങറായും കളിക്കാനാണ് സാധ്യത. ഉടുവിന്റെ ഫ്രീ കിക്ക് അവസരം. ഫുട്ബോൾ ആക്ഷൻ അതിന് വൈകുന്നതാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അഗസ്റ്റിലൂടെ ലെഫ്റ്റ് ഫ്ലാങ്കിൽ വീണ്ടും സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി ക്രോസിംഗ് കമ്മിങ് ഹെഡർ ട്രൈ. അത് പക്ഷേ ഇമ്പാക്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ശരിക്കും അത്രയും നല്ല ഓപ്ഷൻ ഉള്ളപ്പോ ആ പന്ത് സപ്ലൈ ചെയ്ത് ഇമ്പാക്ട് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് ഈ സീസണിലേക്ക് ഇവിടെ നമുക്ക് ശ്രമിക്കുകയാണെങ്കിൽ അത് അവരെ തന്നെ ബാധിക്കും. ബ്രാൻഡിന്റെ ക്രോസ് ഗംഭീരമായ സെറ്റ് പീസ് വരുമ്പോൾ പൊതുവെ ഗോൾ കീപ്പർമാർക്ക് അതിലേക്ക് വരാം. ഇതാണ് ഞാൻ സൂചിപ്പിച്ച ഒരു ചാൻസ്. ഒടുവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്റെ ആദ്യ ഗോൾ താനെടുത്ത കഠിനാധ്വാനത്തിന്റെ പ്രതീക്ഷയുടെ ഫലമാണ് ഇവിടെ. ഇപ്പോൾ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്ന് തന്നെ പറയാം. 3 താരങ്ങളെ മറികടന്നുകൊണ്ടാണ് ബാബോവിച്ച് ആ ഗോൾ നേടുന്നതെന്ന് കാണാം. മനോജ് ആ പന്ത് കിട്ടുമ്പോൾ തിരിച്ച് ലക്കിയ അദ്ദേഹത്തിന് തന്നെ വരുന്നു. പിന്നെ എടുക്കുന്ന ഷോട്ടും റീബൗണ്ടിൽ ബാബോവിച്ചിന്റെ അടുത്തേക്ക് പോകുമ്പോൾ വീണ് കിടക്കുന്ന ആ ഒരു രീതിയിൽ ഒരു പാസിംഗ് ഓപ്ഷൻ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള വലിയ വലിയ ആരോപണങ്ങൾ ഉയർന്നേനെ. പക്ഷെ സ്റ്റിൽ അവിടെയാണ് അദ്ദേഹത്തിന്റെ ഡിസിഷൻ മേക്കിംഗ്. എന്തും അവിടെ സംഭവിച്ചു. കാരണം ഇത്രയും നേരം ഡിഫൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിന്ന മുംബൈയിൽ നിന്നും ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള അറ്റാക്ക്. അവിടെ ഏതായാലും ഇന്ന് മനോജ് മുഹമ്മദ് ചെയ്യുന്ന നായകനാണ് മനോജ് മുഹമ്മദ്. ഡിഫൻസിലും അറ്റാക്കിലും ഹെഡർ ട്രൈ. ഒരു കാര്യങ്ങൾ എത്തുന്നത് എത്തുകയാണ്. ഈ മാറ്റം ഒരല്പം നേരത്തെ ഞാൻ ഇന്ന് പ്രതീക്ഷിച്ചിരുന്നു. അശുതോഷ് മെഹ്ത്ത എന്ന എക്സ്പീരിയൻസ്ഡ് റൈറ്റ് ബാക്ക്, ഇദ്ദേഹം തുടങ്ങിയതൊരു വിങ്ങറായിട്ടാണ്, എന്നാൽ സമീപകാലങ്ങളിൽ റൈറ്റ് ബാക്ക് ആയിട്ടാണ് കാണുന്നത്. കാരണം ഇന്ന് നായകൻ സെംഖോലുൻ ഗോഗു തീർത്തും നിരാശപ്പെടുത്തി കണക്ക് നോക്കാനാണെങ്കിൽ അതിലുണ്ട്. സോ ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ പറ്റില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ശരിക്കും പറഞ്ഞാൽ ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് കൊണ്ടുവരാൻ ആർക്ക് കഴിയും? അവിടെ നമ്മൾ ഈ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരത്തിന് നിർണായകമായ റോൾ നിർത്തിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. നന്നായി കമ്പൈൻ ചെയ്ത് ഫ്ലാങ്കിലേക്ക് പോവുകയാണ് ചുങ്കഹമാറിന്റെ ക്രോസ്. 2 താരങ്ങളാണ് ഫ്രീ. ഇത് മൊമെന്റ് ഓഫ് ദ ഗെയിം ആകേണ്ട ഒരു കാഴ്ചയായിരുന്നു. ചുങ്കഹമാറിന്റെ അത്യുഗ്രൻ ക്രോസ് ഹീറോ ഓഫ് ദ മാച്ച് ആവാനുള്ള സുവർണാവസരമായിരുന്നു. ദേവേന്ദ്ര മുർഗാവുങ്കറിന്റെ പക്കലേക്ക് കുടിച്ച ഒരു മത്സരമായ കൂടി എതിരെ കാണേണ്ടിയിരിക്കുന്നു. സോ കാർഡുകൾ അധിക സമയവും കടന്നു പോയിട്ടും പോക്കറ്റിൽ നിന്നും എടുത്ത് വീശേണ്ട അവസ്ഥയിലാണ്. ഒരു കർപ്പറ്റ് ഷോട്ട്, ലോങ് റേഞ്ച് ട്രൈ. അതോടുകൂടി ഫൈനൽ വിസിൽ മുഴങ്ങുകയാണ് മുംബൈ ഫുട്ബോൾ അറീനയിൽ. സോ മുംബൈ ശേഷം തിരിച്ചടിച്ചു വന്ന സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി. സോ ഫുൾ ടൈം സ്കോർ ഹിയർ ഇൻ Mumbai City FC 2, Sporting Club Delhi 2.